ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് നമുക്ക് ഒരു ഇഡലിയുടെ ഓർഡർ ഉണ്ട്. ഒരു 50 ഇഡലിക്ക് ഓർഡർ ഉണ്ട്. അതും ചട്നിയും കൂടാ. അപ്പം നമുക്ക് 2 ടൈപ്പ് ചട്നി എല്ലാവരും ഉണ്ടാക്കുന്നതാ. എന്നാലും ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ഇന്നൊന്ന് കാണിച്ചു തരാമേ. ഒന്ന് നമ്മുടെ കപ്പലണ്ടിയും തേങ്ങയും കൂടി ഇട്ടിട്ടൊരു ചട്നി, പിന്നെ ഒന്ന് ടൊമാറ്റോ ചട്നിയാണേ. അപ്പം ഇവിടെ തേങ്ങയൊക്കെ ഞങ്ങൾ പഞ്ചാബിലായതുകൊണ്ട് ഇവിടെ തേങ്ങയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് കിട്ടാൻ. അപ്പോൾ അത് കാരണം ഞങ്ങൾ തേങ്ങയുടെ കൂടത്തിൽ കുറച്ചും കൂടെ കടല, ഈ കപ്പലണ്ടി ഇല്ല, അതും കൂടി ഇട്ടിട്ടാണ് ചമ്മന്തി അരയ്ക്കുന്നത്. അതെങ്ങനെയാണെന്നൊന്ന് കാണിക്കാം കേട്ടോ. വാ എല്ലാവരും. ആദ്യം നമ്മൾ മിക്സിയുടെ ജാർ എടുക്കണേ. എന്നിട്ട് അതിലോട്ട് നമ്മൾ കുറച്ച് വറുത്ത കപ്പലണ്ടി, ഉള്ളി, സവോള വേണേൽ അതെടുക്കാം, അല്ല ചെറിയ ഉള്ളി എടുക്കാം, പിന്നെ പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാമേ. നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് തേങ്ങയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാമേ. എനിക്ക് കൈക്ക് ഷോൾഡറിന് വേദന ആയതുകൊണ്ട് ഞാൻ തേങ്ങ തിരുമ്മി എടുക്കാറില്ല. ഇങ്ങനെ ചെറിയ പീസായിട്ട് കണ്ടിച്ചിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അത്യാവശ്യം തോരനൊക്കെ വേണ്ടിയിട്ട് മാത്രം കുറച്ച് ഉണ്ടെങ്കിൽ മാത്രമേ തിരുമ്മി എടുക്കൂ. പിന്നെ ആവശ്യത്തിന് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാമേ. എന്നിട്ടിത് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. നമുക്ക് ചീനിച്ചട്ടി അടുപ്പ് വെച്ച് ഗ്യാസ് കത്തിച്ച് കൊടുക്കാമേ. എന്നിട്ട് നമുക്കിത് കടുക് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ചട്ടി ചൂടാകുമ്പോൾ നമുക്കതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഇട്ട് ഒന്ന് ചൂടായി നമ്മുടെ ഇഡലി അടുപ്പ് വെച്ചിട്ടുണ്ട്, അത് റെഡി ആയിട്ടുണ്ട്. അതും കൂടെ നമുക്ക് എടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കതിലോട്ട് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് മൂത്ത് വരട്ടെ. ഉള്ളി മൂത്ത് വരുമ്പോഴത്തേക്കിന് നമുക്ക് അതിനകത്തോട്ട് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് അത് ഇളക്കി അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് തീ ഓഫ് ചെയ്തിട്ട് നമുക്കിതിനകത്തോട്ട് ആ ചമ്മന്തി അരച്ച് വെച്ചേക്കുന്നില്ലേ, അത് നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാമേ. നമ്മൾ ഇതിലോട്ട് ചമ്മന്തി അരച്ച് വെച്ചേക്കുന്നതും കൂടെ ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പ് കുറവാണ് ഞാൻ നോക്കിയപ്പം. നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്യുക. ഇത് തിളയ്ക്കണ്ട, ഒന്ന് ചെറുതായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് അടുത്തത് തക്കാളി ചമ്മന്തി അരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാമേ. അതിന് ഞാൻ ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുവാണേ. അതിനുശേഷം നമുക്ക് അതിലോട്ട് കുറച്ച് ഇത് വഴറ്റിയെടുക്കാനുണ്ട്. കുറച്ച് സവോള, പിന്നെ കുറച്ച് തക്കാളി. സവോള ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വറ്റൽമുളകും കൂടെ വഴറ്റുന്നതിനകത്ത് ഇടണം. പിന്നെ കടലപ്പരിപ്പാണ്, അതായത് പൊട്ടുകടല, അതും വേണം. ഇപ്പോൾ ആദ്യം നമുക്ക് എണ്ണയ്ക്കകത്തോട്ട് ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം. ഉഴുന്നുപരിപ്പ് ബാക്കി ഇതാണ്. ഇത് ആ പൊട്ടുകടലയുടെ ഇതും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് സവോള ഇട്ട് കൊടുക്കാവേ. സവോള ഇട്ട് നന്നായിട്ട് നമുക്കത് വഴറ്റിയെടുക്കണം. നമുക്ക് ഈ സവോളയ്ക്കകത്തോട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം പെട്ടെന്ന് സവോള നമുക്ക് വഴന്ന് കിട്ടും. ഇതിനകത്തോട്ട് നമുക്ക് വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാവേ. വറ്റൽമുളക് ഒരു 3-4 എണ്ണം ഞാൻ എരിവ് അനുസരിച്ച് നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കരിയാപ്പിലയും കൂടി ഇട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഞാൻ തക്കാളിക്ക് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിനകത്തോട്ട് സവോള പകുതി വഴണ്ട് കഴിയുമ്പോൾ ഇതും കൂടി ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം. തക്കാളി ഒന്ന് ഉടഞ്ഞു വരണം. ഇത് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് തേങ്ങ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം അരയ്ക്കുമ്പോഴത്തേക്കിന്. അതും കൂടി ഇട്ട് നമുക്കിത് തണുത്ത് കഴിയുമ്പം നമുക്കിത് മിക്സിക്കകത്ത് അരച്ചെടുക്കാവേ. ഇതിനകത്ത് നമ്മൾ മിക്സിയുടെ ജാറിനകത്ത് ഇനി ഇത് അരയ്ക്കുന്ന കൂടെ ഇച്ചിരി മല്ലിയിലയും കൂടെ ഇട്ട് വേണം ഇത് അരച്ചെടുക്കാനേ. നമുക്ക് അതേ ചട്ടി തന്നെ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാവേ. എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് താളിച്ചെടുക്കാം, ഇളക്കാം. ഇത് ചമ്മന്തി ഞാൻ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് മിക്സിക്കകത്ത്. ഇനി നമുക്ക് കടുക് വറുത്ത് ഇതിനകത്തോട്ട് ഒഴിച്ചാൽ മതി, ചൂടാക്കണ്ട. ഇനി ഇത് കടുക് ഇട്ട് കൊടുക്കാവേ. ഇനി വറ്റൽമുളകും കൂടി ഇടണം. കുറച്ച് വറ്റൽമുളക് മുറിച്ച് വെച്ചിട്ടുണ്ട്, അതും കരിയാപ്പിലയും കൂടി ഇടണം. അതും കൂടി ഇട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ചമ്മന്തിക്കകത്തോട്ട് ഇതങ്ങ് ഒഴിച്ച് കൊടുക്കുക.
അത്രേ ഉള്ളൂ. ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ചമ്മന്തിക്കകത്തോട്ട് ഇട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഇഡലിയും ചമ്മന്തി 2 ടൈപ്പ് ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പാക്ക് ചെയ്തെടുക്കാമേ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു. ബൈ.